വിജയേട്ട നമസ്കാരം. നമസ്കാരം. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെ ചർച്ചയിലേക്ക് സ്വാഗതം. വിജയേട്ട, പുതിയൊരു വൈറസ് പടർന്നു പിടിക്കുകയാണ് ചൈനയിൽ. ചൈനയിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഈ വൈറസ് അതിഭീകരമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ NDTV അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു. ഇതിന്റെ ഏറ്റവും വലിയ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വൈറസിന്റെ യാതൊരുവിധ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ എന്താണ് ഈ ചൈനയിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൊറോണയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ചൈന ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഈ വൈറസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ചൈനക്കാർ പല രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ കൂടെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കൊറോണയിലും ഇതായിരുന്നു നടന്നിരുന്നത്. കാരണം കൊറോണ അവിടെ ആദ്യം ഡിറ്റക്ട് ചെയ്തപ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത ഒരു ഡോക്ടറെ ചൈന തടവിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വൈറസിന്റെ പേര് HMPV വൈറസ് എന്നാണ്. ഇതും കൊറോണയ്ക്ക് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായ ഒരു വൈറസ് ആകാനാണ് സാധ്യത എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ചൈന ഈ വൈറസിന്റെ യാതൊരുവിധ ഡീറ്റെയിൽസും പുറത്തുവിട്ടില്ല. നമ്മുടെ രാജ്യമടക്കം വലിയ രീതിയിലുള്ള ജാഗ്രത അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഈ വൈറസ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. കൊറോണയും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാതെ അത് ചൈനയിൽ മാത്രം പടർന്നു പിടിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ സമാനമായ രീതിയിൽ കൊറോണയ്ക്ക് 5 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഒരു വൈറസ് വന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? നമ്മുടെ ലോകം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമോ? ഇന്ത്യ ഇതിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായി കൊടുത്ത ന്യൂസ് ഇന്ത്യ മലയാളം ആണ് ഈ വാർത്ത ആദ്യം കൊടുക്കുന്നത്. ആരും ഇത് ടേക്കപ്പ് ചെയ്തിരുന്നില്ല ഈ വാർത്ത. ഒരുപക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ നിന്ന് വരുന്ന വാർത്തയുടെ ഇത് കണക്കുള്ള വൈറസ് ബാധിക്കുന്നു എന്നുള്ള വാർത്ത കൊണ്ടായിരിക്കും അവർ പക്ഷെ ആരും അത് കൊടുക്കുക. പക്ഷെ ഇന്ന് നാഷണൽ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹെഡിങ് ആണ്. അവിടെ തലക്കെട്ടുകൾ തന്നെ ഇതാണ്. എല്ലാവരുടെ ടൈംസ് നൗ ആയാലും റിപ്പബ്ലിക് ആയാലും ഇത് വലിയ തലക്കെട്ട്. ഇതിനകത്ത് പറയുന്ന ഹ്യൂമൻ മെറ്റാപ്നുമോസ് എന്ന് പറയുന്നതാണ് ഈ HMPV എന്നാണ് നമ്മൾ ഈ വൈറസ് പറയുന്നത്. ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ്. ഈ കൊറോണ വന്നപ്പോഴും അവരിപ്പോഴും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയുകയില്ലായിരുന്നു. നമ്മൾ പോലും ചൈനയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകളൊന്നും നിർത്തി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് വളരെ കൗതുകരമായ കാര്യം. ഈ അവിടുന്ന് ആള് വരിക അങ്ങോട്ട് പോവുക വേണമല്ലോ. പക്ഷെ നമ്മൾ പോലും അത് ചെയ്തിരുന്നില്ല. ആരും അത് ചെയ്തു, ലോകം അത് കെയർ. പക്ഷെ ഇപ്പോ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ നമ്മള് മാധ്യമപ്രവർത്തകർ എപ്പോഴും ഈ ആരോഗ്യം ഇല്ലെങ്കിൽ ഇത് മെഡിസിൻ പരമായ വാർത്തകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റെഫറൻസ് ആവശ്യമുണ്ട്. പൊളിറ്റിക്കൽ ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോ നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് ഈ അമേരിക്കയിലും കാനഡയിലും അടക്കം ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എണ്ണത്തിൽ വളരെ കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചില ഡോക്ടർമാരുമായി സംസാരിക്കുന്നുണ്ടായി. അപ്പൊ അവര് പറഞ്ഞത് ഈ കോവിഡ് വന്നതിന് ശേഷം, കൊറോണ വന്നതിന് ശേഷം അതിന്റെ കുറെ ഈ വകഭേദങ്ങൾ പല രീതിയിൽ പനിയായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഡോക്ടർ പറഞ്ഞ വളരെ രസകരമായ കാര്യമാണ്. ഈ പനിക്ക് പേരിടാൻ ഇരുന്നു കഴിഞ്ഞാൽ പല ഒരുപാട് പേരിടേണ്ടി വരും ഒരു ദിവസം വരുന്ന പനിക്ക്. അതായത് ഈ വൈറൽ ഫീവറിന്റെ ഒരു സാധനം തന്നെയാണ്. കൊറോണയുടെ പല വകഭേദമാണ് വരുന്നത്. ഇപ്പൊ പറയുന്ന ഈ HMPV എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ വാർത്ത അറിഞ്ഞതെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാന്ന് വന്ന സാധനമല്ല, മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. നമ്മുടെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന്റെ ഡയറക്ടർ ഡോക്ടർ അതുൽ ഗോയൽ പറയുന്ന കാര്യം നമ്മൾക്ക് ഡിസംബറിൽ ഈ കേസ് വളരെ കുറവായിരുന്നു എന്ന് പറയുന്നതിനർത്ഥം ഈ കേസ് നമ്മുടെ രാജ്യത്തുമുണ്ട്. അതായത് ഇവര് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ പനി, ശ്വാസം മുട്ടല്, ചുമ, അത് നോർമൽ ഒരു പനിക്ക് വരുന്ന കാര്യമാണ്. ഇവർ പറയുന്നത് സാധാരണ ഈ ശൈത്യകാലത്താണ് നോർത്ത് ഇന്ത്യയിൽ വലിയ, ഇപ്പൊ ശൈത്യകാലമാണ് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച്. ഇപ്പൊ ശൈത്യകാലം ഭയങ്കര കനത്ത മൂടൽ മഞ്ഞും വലിയ തണുപ്പുള്ള ഒരു കാലഘട്ടമാണ് ഈ നോർത്ത് ഇന്ത്യയിൽ. ഈ ചൈനയിലും ഈ തെക്കൻ മേഖല ധനുഷ് പറഞ്ഞല്ലോ, ഈ തെക്കൻ മേഖല കിടക്കുന്നതും ആ നമ്മളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ തെക്കൻ അരുണാചൽ പ്രദേശ്, ഈ പറയുന്ന ലഡാക്ക് അടക്കമാണ് അവിടെ തണുപ്പ് പ്രദേശങ്ങൾ. തണുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന പനി അതിന്റെ ഒരു വകഭേദമാണ് ഇതെന്നാണ് നിലവിൽ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യ വിദഗ്ധർ അതുൽ ഗോയലിനെ പോലുള്ളവർ പറയുന്നത്. ചൈന പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന് രണ്ടിനും ഒരു സമാനമായ കാര്യം, കുറച്ചുകൂടെ ഇത് ഇവൻ പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ പനി പടരുന്നത് പോലെ പടരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത്.
നമ്മുടെ ഉപയോഗിക്കുന്ന തൂവാലകൾ, നമ്മൾ തുമ്മുമ്പോൾ ഇതൊക്കെ വരുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ പൊളിറ്റിക്സ് ഉണ്ട്. ധനുഷ് മുമ്പ് എന്നോട് സൂചിപ്പിച്ച പോലെ തന്നെ കുറെ പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്, കുറെ എക്കണോമിക്കൽ കാര്യമുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ പിന്നെ ഈസ്റ്റർ എടുക്കുമ്പോ, ഏപ്രിൽ എടുക്കുമ്പോ കുട്ടനാട്ടിലെ താറാവിനൊക്കെ പക്ഷിപ്പനി വരും. കുട്ടനാട്ടിലെ താറാവിന് മാത്രമേ പക്ഷിപ്പനി വരൂ, വേറെ എങ്ങും കേരളത്തിൽ വരാറില്ല എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ഭയക്കേണ്ടതില്ല. പക്ഷെ ഇത് വളരെ വേഗം പടരുന്ന ഒരു വൈറൽ ഫീവർ ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ നമ്മുടെ രാജ്യത്തും ചൈനയിലുമുള്ള ആരോഗ്യ വിദഗ്ധർ കാണുന്നത്. ഇല്ല, പക്ഷേ WHO അങ്ങനെ പോലുള്ള പറയുമ്പോഴും ബിച്ചേട്ടാ അതിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കൊറോണയും നമ്മൾ ആദ്യം ഭയന്നിരുന്നില്ല. കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നപ്പോൾ ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം വുഹാൻ എന്ന് പറയുന്ന ആ നഗരത്തിൽ എങ്ങനെയാണ് കൊറോണ വന്നത് എന്ന് പഠിക്കാനായിട്ട് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഡാം തുറന്നു വിടുകയാണ് ചെയ്തത്. ഇതുവരെ ചൈന എങ്ങനെയാണ് കൊറോണ അവിടെ നിന്ന് ഇവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോഴും ലോക രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് ഒരു ഇല്ല. വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സത്യം. കൊറോണ വന്നപ്പോ ചൈന യൂറോപ്പിൽ നടത്തിയ ഒരു പ്രചരണമുണ്ട്. ചൈനീസ് പീപ്പിളിനെതിരെ, അതായത് ചൈനയിലെ ആൾക്കാർക്കെതിരെ വലിയ രീതിയിൽ ഹേറ്റ്രഡ് ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഈ യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പരമ പുരോഗമനവാദികളാണ്. ഒരു അഭയാർത്ഥികൾക്ക് ഈ വിളിച്ചു കയറ്റും, പോരാത്തതിന് അവർ ഈ വലിയ രീതിയിലുള്ള മാനസിക പരിഗണന പണ്ടില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾ വലിയ മാനവവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഇവരൊരു ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പ്രത്യേകിച്ച് ഇറ്റലിയിൽ. അതായത് ഒരു ചൈനക്കാരൻ അതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അതാണ് അവരുടെ ക്യാമ്പയിൻ. അതോടുകൂടി എന്ത് പറ്റി, ഇറ്റലിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു മാലപ്പടക്കം പോലെ അങ്ങോട്ട് ഈ കോവിഡ് വൈറസ് അങ്ങ് പടർന്നു പിടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇത് എന്താണ് സാധനം. നിലവിൽ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പോസ്റ്റ് ഇടുന്നതാണ് നമുക്ക് കിട്ടുന്നത്. ചൈന ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഇത് കുഴപ്പമില്ലാത്ത വൈറസ് ആണ്. അങ്ങനെ പറഞ്ഞിരുന്നാൽ തന്നെയും ഈ ചൈനയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അല്ല, ചൈന ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. അവര് ഇന്നലെ അവരുടെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഭയക്കേണ്ടതില്ല ചൈന പൗരന്മാർക്കോ ഇവിടെ ആർക്കെങ്കിലും വിനോദസഞ്ചാരത്തിന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പൗരല്ല പറഞ്ഞിട്ടുണ്ട്. ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റ് പോയിന്റ്. ഈ കോവിഡും കൊറോണ വന്നപ്പോഴൊന്നും ഇവന്മാർ വിട്ടിട്ടില്ല. എന്താണ് ഇന്നും പറഞ്ഞിട്ടില്ലല്ലോ അവർ ഞങ്ങളാണ് പടർത്തിയത്, എന്താണ് കാര്യം എന്നല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിലധികം മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അതിനുള്ള ഫെസിലിറ്റികളുണ്ട്. ഇതെല്ലാം ഈ കോവിഡിന്റെ തന്നെ ഇതിനായിട്ടില്ല. അതായത് HMPV എന്ന് പറയുന്ന ഈ വൈറസിന് എതിരായിട്ടൊരു സാധനമില്ല, പനിക്കുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പനിക്കുള്ള ആ ഒരു മുൻകരുതലുകൾ മാത്രം നമ്മൾ ഇതിനെടുത്താൽ മതി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ചൈന ആയതുകൊണ്ടും മനുഷ്യ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇവന്മാർ ഇതൊന്നും പുറത്തു വിടാത്തതുകൊണ്ടും ഇത് വളരെ വേഗം വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വലിയൊരു കൊറോണ പോലത്തെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മുടേതായാലും ചൈന പറയുന്നത് ഏകദേശം സെയിമാണ്. ഇന്നലെ ചൈന പറഞ്ഞ അതേ കാര്യത്തിന്റെ മറ്റൊരു വകഭേദമാണ് നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ വന്ന ഡോക്ടർ അതുൽ ഗോയൽ ആണെങ്കിലും പറയുന്നതും സെയിം കാര്യം തന്നെയാണ് നിലവിൽ. ഇനി നമുക്ക് ഇതിന്റെ വ്യാപ്തി എന്താന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. വളരെ കറക്റ്റ് കാര്യമാണ് മനുഷ്യന്റെ ഒരു നിരീക്ഷണം, വളരെ കറക്റ്റ് സാധനം തന്നെയാണ്. നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ജനം പാലിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. കാരണം എന്തൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്? അത് പനിയാണ്. സാധാരണ നമുക്ക് വരുന്ന വൈറൽ ഫീവർ തന്നെയാണ്. 1. 2, ഇതിന് ശ്വാസം മുട്ടലുണ്ട്. 3, മൂക്കടപ്പുണ്ട്. 4-മത്തെ കാര്യം ചുമയാണ്. ചുമയോട് കൂടിയ പനി, മൂക്കടപ്പ്, അതുപോലെ ശ്വാസം മുട്ടൽ. ഇതൊരു നല്ല വൈറൽ ഫീവർ. നമ്മളൊന്നും ഡോക്ടർമാരല്ല എങ്കിൽ പോലും നമ്മുടെ അനുഭവത്തിന് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഒരു പനി വരുന്ന വ്യക്തിക്ക് ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകില്ലെങ്കിൽ പോലും മൂക്കടപ്പ് ഉണ്ടാകാറുണ്ട്, വേദന ഉണ്ടാകാറുണ്ട്, ശ്വാസം മുട്ടൽ എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഇവർ പറയുന്ന ബ്രോങ്കൈറ്റിസ് ആയി ഇത് മാറും. ഇതാണ് ഇതിന്റെ ഒരു ഡേഞ്ചറസ് ആയ ഒരു സാധനം ഇവർ പറയുന്നത്. സാധാരണ പനിക്ക് ബ്രോങ്കൈറ്റിസ് ആകാറില്ല. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. അത് വലിയ കലശലായ ശ്വാസം മുട്ടൽ നമുക്കുണ്ടാകും. അപ്പം അത് വന്നിട്ടുള്ള മനുഷ്യൻ പിന്നെ ഇത് ന്യൂമോണിയയിലേക്ക് മാറും. സാധാരണ പനി വന്നാലും ന്യൂമോണിയയിലേക്ക് അതൊക്കെ മാറാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ. പക്ഷെ ഇതിനകത്ത് ഇപ്പോഴീ ഒരു വാർത്ത വന്നതും എന്താണ് എന്നുള്ളത്, അതിനകത്ത് ഒരുപാട് വശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും ധനുഷ് ഒരു മാധ്യമപ്രവർത്തനം ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇതിന്റെ പിന്നിലും കുറെ സാമ്പത്തിക പൊളിറ്റിക്കലി സാധനങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നിലും ഉണ്ടായിരുന്നു. പക്ഷെ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകൻ നമ്മുടെ കടമ. നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് പാനിക്കാകാനുള്ള കേസ് നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കാരണം നമ്മുടെ സർക്കാരൊന്നും അതിനെക്കുറിച്ച് ഒന്നും സർക്കാരിന്റെ ഒഫീഷ്യലായിട്ട് യാതൊരുവിധ ഇതും വന്നിട്ട്, പക്ഷെ നമ്മൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലുമുള്ള മരുന്ന് ഇതിന് അവൈലബിൾ ആണ്. അതായത് അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പനി വന്ന് വെച്ചോണ്ടിരിക്കരുത്, പോകണം എന്നുള്ളത്. അത് പുതിയതായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല, നേരത്തെയും പറയുന്ന കാര്യങ്ങളാണ്. അല്ല, പനി പിന്നെ വന്ന് വേറൊരു വെച്ചോണ്ടിരിക്കരുത്. വേറൊരു ഗുണം നമ്മുടെ രാജ്യത്തിനുള്ളത്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്തപ്പം നമ്മൾ അതിനെ ഡീൽ ചെയ്ത് അത്ര ഭംഗിയായിട്ട് വേറൊരു ലോക രാജ്യങ്ങളും ഡീൽ ചെയ്തിട്ടില്ല. നമ്മളാണ് ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് ഓർക്കണം. അത് വേറെ ആരും ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ലഘുവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും വരാതിരിക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ഈ ചൈന ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഏറ്റവും ആദ്യം ബാധിക്കുക ഓഹരി വിപണികളെയാണ്. നമ്മുടെ ലോകത്തെ മുഴുവൻ ഓഹരി വിപണികളെയാണ് ഒരു അസുഖം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഒരു, ഉം. അവിടെയാണ് എനിക്ക് സംശയം വരുന്നത്. പക്ഷെ ചൈനയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇന്നലെ കണ്ടു. അവിടെ ഈ ഹോസ്പിറ്റലൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ടു, ഡെഡ് ബോഡീസ് കണ്ടു, ഇതെല്ലാം കണ്ടു. എല്ലാരും പറയുന്നത് ഉം. ചൈനയിലെ ഹോസ്പിറ്റൽ, അതിന് രണ്ട് വശമുണ്ട് അതിനകത്ത്. ഒന്ന്, ചൈന ഉം. ഈ ഇവിടെ എല്ലായിടത്തും ഒന്നും ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിക്കയിടത്തും ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഉള്ള ആശുപത്രികളിലൊക്കെ ആൾക്കാർ കൂടുമ്പോൾ വരുന്ന ഒരു ഇതാണ് ആയിരിക്കാം. നമ്മുടെ രാജ്യത്ത് പോലും ഇല്ലായിരുന്നു. മോദിയെ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല. 2014 ശേഷമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചത്. ചറപറ മെഡിക്കൽ കോളേജുകൾ കൊടുക്കാൻ തുടങ്ങിയതും നല്ല ഫെസിലിറ്റി കൊടുക്കാൻ തുടങ്ങി. അതിന് മുമ്പൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചൈനയില് നമ്മൾ ചൈന ചൈന നമ്മൾ പറയുമ്പോഴും അവിടുത്തെ ഇപ്പോഴും പല പ്രദേശങ്ങളിലും ആശുപത്രി സംവിധാനങ്ങളില്ല. അവർക്ക് ഉം. അവരിപ്പോഴും ഈ പാരമ്പര്യമായിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് പാലിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഉം. ആൾക്കാർ തള്ളിക്കയറി എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നത്. നമുക്ക് അറിയില്ല എന്തായാലും. അത്ര വലിയ ഒരു ഇത് ചൈന ആയതുകൊണ്ട് പുറത്തോട്ട് വാർത്തകൾ ഒന്നും പുറത്തോട്ട് വരില്ല. കാരണം മാധ്യമ പ്രവർത്തനം നിരോധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ചൈന. അവിടുന്ന് നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതൊക്കെ ട്വിറ്ററിലോ സോഷ്യൽ മീഡിയയിലോ ആരെങ്കിലും ഒരു പോസ്റ്റ് മാത്രമാണ് നമുക്ക് ആധികാരികമായിട്ടുള്ളത്. നമുക്കൊന്നും അതിനെ പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് അവിടുന്ന് കിട്ടുന്നത് ഈ റോയിട്ടേഴ്സിന്റെയും മറ്റുമൊക്കെ ചില റിപ്പോർട്ടേഴ്സ് അവിടെ പോയിട്ട് ആ, കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൊണ്ടുവരുന്ന റിപ്പോർട്ടുണ്ട്. പുലിസ്റ്റർ അവാർഡ് കിട്ടിയ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയതും റോഹിംഗ്യ അല്ല, ക്ഷമിക്കണം, ഉയ്ഗുർ മുസ്ലിംസിനെ ഉയ്ഗുർ. കൊല്ലുന്നതും അവരുടെ ജീനുകൾ നശിപ്പിക്കുന്നതും ആ വാർത്ത കൊടുത്തതിനാണ് അവർക്ക് കിട്ടുന്നത്. അവരാ വാർത്ത എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ ഉപഗ്രഹ മറ്റേ സാറ്റലൈറ്റ് വഴിയുള്ള ചിത്രങ്ങൾ അപഗ്രഥിച്ചു അവിടുന്ന് അവർ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ചൈനയിൽ മാധ്യമപ്രവർത്തനം റിസ്ക് ആണ്, ഉള്ള കാര്യമാണ്. ഉം. ഇപ്പം ഈ ഒരു സാധനം വൈറസ് ഇപ്പൊ ആദ്യമായിട്ടല്ല വരുന്നത്. കാരണം നമ്മുടെ ഇന്നിപ്പോഴത്തെ ഈ പുറത്തു വിട്ട നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് 2024 ഈ സംഭവം, അതായത് HMPV ഇന്ത്യയിൽ ഇല്ലെന്നൊരു പറഞ്ഞിട്ടില്ല, കുറവായിരുന്നു. അതെ, അതെ, അതെ. ഡേറ്റ കളക്ട് നോക്കുമ്പോൾ കുറവായി. അതായത് നമ്മുടെ ഈ രാജ്യത്ത് ഈ സാധനം ഉണ്ട്, US ഉണ്ട്, പക്ഷെ എണ്ണം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. കാനഡയിലുണ്ട്, ഇങ്ങനെയുള്ള ഉം. യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും ഉണ്ട് ഈ സാധനം. ഉണ്ട്, ഈ സാധനം ഓൾറെഡി നമ്മുടെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പനി ഉം. പോലെയാണ് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാധ്യമ വാർത്തകളൊക്കെ വലിയ രീതിയിൽ പോകുന്നു. ഇനി നമുക്കറിയില്ല കോവിഡ് പോലെ ഇതൊരു വലിയ വിഷയമായി മാറുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അറിയില്ല ഇത് എന്താ സാധനം. പക്ഷെ നിലവിലെ സാഹചര്യം ഭയക്കേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സർക്കാരും ഒക്കെ പറയുന്നത്. കാരണം ധനുഷ് നേരത്തെ പറഞ്ഞക്ക് 140 കോടിയുള്ള ജനത്തിന് കോവിഡ് കാലത്ത് നമ്മൾ സംരക്ഷിച്ച് നിർത്തി നമ്മൾ പലർക്കും മരുന്ന് കൊടുത്തൊരു രാജ്യമാണ്. ആ നമ്മുടെ രാജ്യത്തിന് ഇതുപോലൊരു സാധനം വന്ന പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കും തോന്നുന്നത്. കാരണം ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ ഇളക്കി വിട്ട് കഴിഞ്ഞാലേ പാനിക് ആവും. നമ്മുടെ ഈ പ്രാഥമിക അതെ. ആരോഗ്യ ഹോസ്പിറ്റലൊക്കെ ആളുകൾ തള്ളിക്കയറുകയും, പ്രത്യേകിച്ച് ഈ ഇപ്പൊ കേന്ദ്ര സർക്കാരിനോടും ഒക്കെ വിരോധമുള്ള മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തകൾ നൽകുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതായത് ആൾക്കാരെ പ്രാന്താക്കുക, അല്ലെ വട്ടാക്കുക, പാനിക്കാക്കുക എന്നൊരു സ്വഭാവത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ഭയക്കേണ്ട ഒരു ആവശ്യം നിലവിൽ ഇല്ല. കാരണം നമ്മുടെ രാജ്യം ഇപ്പോ 2019 തൊട്ട് ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അറിയപ്പെടുന്ന ലോകത്തിന്റെ മുഴുവൻ ഫാർമസി എന്നാണ്. ലോകത്തിന്റെ ഉം. ഫാർമസിയാണ് ഇന്ത്യ ഇന്ന്. മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് കോവിഡിന്റെ വാക്സിൻ നമ്മൾ സ്വന്തം നിർമ്മിക്കാൻ തുടങ്ങിയത്? അവര് തരത്തില്ല, അമേരിക്ക ഞങ്ങളുടെ പൗരന്മാർക്ക് കൊടുത്തതിന് ശേഷം തരാമെന്ന് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ തുടങ്ങിയ പണി. അപ്പൊ ഇന്ന് ബ്രസീൽ അതെ. അടക്കമുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ അതിന്റെ വേണ്ട മെറ്റീരിയൽസ് കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ ഉം. ലോകത്തിന്റെ ഫാർമസിയായി മാറിക്കഴിഞ്ഞു. നമുക്കത് ഭയക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ വളരെ കൂളായിട്ട് തന്നെ നിൽക്കുന്നത്. ഇല്ലായെങ്കിൽ ഉം. അത് വലിയ രീതിയിൽ തന്നെ അതിനൊരു പ്രസ്താവനയൊക്കെ ആയിട്ട് എത്തേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമായാലും
ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വീണ ജോർജ് ആയാലും ഒക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഈ കാര്യം ഉം, പരാമർശിച്ചിട്ടില്ല എന്നതിന്റെ ഉം. കാരണം ഭയക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ. അതാണ് എന്ത് പിന്നെ തന്നെയായിരുന്നാലും തുപ്പുക, അതെ. പറയൂ. തുമ്മുക, അങ്ങനെയുള്ള വായുവിൽ കൂടിയാണ് ഈ സാധനം പകരുന്നത്. അതൊരു സ്വാഭാവികമായി പനിയിൽ വരും. ഇത് ഞാൻ ഈ പറയുന്നത് ഈ ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഒരു ബേസിക് സാധനം എടുത്തത്. അപ്പൊ അവര് പറയുന്നത് സാധാരണ പനി പോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന തൂവാലകള് നമ്മൾ തന്നെ ഉപയോഗിക്കുക, മറ്റുള്ളവർ കൊടുക്കാതിരിക്കുക, തുമ്മുക, ചുമക്കുക, ഇതിൽ നിന്നൊക്കെയാണ് ഇത് പകരുന്നത്. എന്തായിരുന്നാലും പുതിയൊരു വൈറസ് കൂടെ ഉടലെടുത്തിരിക്കുന്നു. HMPV ചൈനയിലാണ് വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അതില്ല എന്നല്ല, അത് കുറവാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം യൂറോപ്പിലടക്കം ഈ വൈറസ് പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് വേറൊരു വാർത്തയുമുണ്ട്. ചൈന ഔദ്യോഗികമായി പറയുന്നത് ഈ വൈറസ് അപകടകാരിയല്ല എന്നാണ്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ചൈന കൊറോണയുടെ വിഷയത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ചൈനയെ എത്രത്തോളം വിശ്വസിക്കാമോ വിശ്വസിക്കണ്ടേ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമാണ്. അതുകൊണ്ട് അതിൽ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല.